എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയിരിക്കെ ദുന്ധുലിയുടെ അനുജത്തി ആ ഗൃഹത്തിലേക്ക് വന്നു. അവൾ അനുജത്തിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ചോദിച്ചു, അനുജത്തി, ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. അപ്പോൾ അനുജത്തി പറയുകയാണ്, ഏട്ടത്തി, ഞാനിപ്പോൾ ഗർഭിണിയാണ്. പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ ഏട്ടത്തിക്ക് നൽകാം. എൻ്റെ ഭർത്താവിന് കുറച്ച് പണം കൊടുത്താൽ അദ്ദേഹം ഇക്കാര്യത്തിന് സമ്മതിക്കും. ഏട്ടത്തി ഇപ്പോൾ ഗർഭിണിയെപ്പോലെ അഭിനയിക്കുക. ഞാൻ പ്രസവിച്ച കുഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചെന്ന് പറഞ്ഞുണ്ടാക്കാം. ഞാനിവിടെ വന്ന് കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്യാം. ഈ പഴം പശുവിന് കൊടുത്തേക്കൂ. അതിനെത്രത്തോളം ഫലമുണ്ടെന്ന് പരീക്ഷിക്കാമല്ലോ. സ്ത്രീ സ്വഭാവം മൂലം അവർ അനുജത്തി പറഞ്ഞതെല്ലാം സമ്മതിച്ചു. അനുജത്തി കാലമായപ്പോൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അനുജത്തിയുടെ ഭർത്താവ് ആ കുഞ്ഞിനെ രഹസ്യമായി കൊണ്ടുവന്ന് ദുന്ദുലിക്ക് നൽകി. സുഖപ്രസവം ആയിരുന്നുവെന്ന് ദുന്ദുലി ഭർത്താവിനോട് പറഞ്ഞു. ആത്മദേവന് പുത്രൻ ജനിച്ചതറിഞ്ഞ് നാട്ടുകാരെല്ലാം വളരെയധികം സന്തോഷിച്ചു. ആത്മദേവൻ വിധി പോലെ പുത്രൻ്റെ ജാതകർമ്മം നടത്തുകയും ബ്രാഹ്മണർക്ക് ധാരാളം ധനവും പശുക്കളെയും ദാനമായി നൽകുകയും ചെയ്തു. പുത്രജന്മം അദ്ദേഹം വളരെ ആഘോഷത്തോടുകൂടി നടത്തി. തൻ്റെ മുലയിൽ പാലില്ലെന്നും അതുകൊണ്ട് അനുജത്തി ഇവിടെ താമസിച്ച് കുഞ്ഞിന് പാല് കൊടുക്കട്ടെ എന്നും ദുന്ദുലി ആത്മദേവനോട് പറഞ്ഞു. പുത്രൻ്റെ രക്ഷയെ കരുതി ആത്മദേവൻ അതിനെല്ലാം സമ്മതിച്ചു. അദ്ദേഹം പുത്രന് ദുന്ദുകാരി എന്ന പേര് നൽകി. 3 മാസം കഴിഞ്ഞപ്പോൾ പഴം തിന്ന പശു സർവാംഗസുന്ദരനും സ്വർണവർണ്ണത്തോടുകൂടിയവനുമായ ഒരു മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകി. പശു മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് കണ്ട് ആത്മദേവൻ ആ ശിശുവിൻ്റെയും ജാതകർമ്മം മുതലായവ ചെയ്യുകയുണ്ടായി. പശു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ച വാർത്തയറിഞ്ഞ് ജനങ്ങൾ ആശ്ചര്യചിത്തരായി അങ്ങോട്ട് വരുവാൻ തുടങ്ങി. അവരിപ്രകാരം പരസ്പരം പറയുവാൻ തുടങ്ങി, ആത്മദേവൻ്റെ ഭാഗ്യം അത്ഭുതം തന്നെ. അദ്ദേഹത്തിൻ്റെ പശു ഒരു ദിവ്യബാലന് ജന്മം നൽകിയിരിക്കുന്നത് കണ്ടില്ലേ. പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള രഹസ്യം ദൈവയോഗം കൊണ്ട് ആരും അറിഞ്ഞില്ല. ആ ബാലൻ്റെ ചെവി മാത്രം പശുവിൻ്റേതുപോലെ ആയിരുന്നു. അതുകൊണ്ട് ആത്മദേവൻ ആ ശിശുവിന് ഗോകർണനെന്ന് പേരിട്ടു. ഗോകർണൻ സൽസ്വഭാവിയും പണ്ഡിതനുമായി വളർന്നു. എന്നാൽ ദുന്ദുകാരിയുടെ സ്വഭാവം ഇതിന് വിപരീതമായിരുന്നു. അയാൾ മൂഢനും ദുസ്വഭാവിയുമായിരുന്നു. അയാൾ യഥാസമയം കുളിക്കുകയോ വൃത്തിയായി നടക്കുകയോ ചെയ്തിരുന്നില്ല. ദുഷിച്ച ഭക്ഷണങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. എപ്പോഴും കോപിച്ചുകൊണ്ടിരിക്കും. അരുതാത്തതെല്ലാം ശേഖരിച്ചു വയ്ക്കും. ശവം തൊട്ടാൽ പോലും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കും. തക്കം കിട്ടുമ്പോൾ മോഷണവും നടത്തും. സർവജനങ്ങളുടെയും അപ്രീതിക്ക് പാത്രമായ അവൻ മറ്റ് വീടുകൾക്ക് തീ വയ്ക്കുവാനും തുടങ്ങി. കുളിപ്പിക്കാനാണെന്ന് പറഞ്ഞ് കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് കിണറ്റിലിട്ട് കൊന്നുകളയും. എപ്പോഴും അവൻ ആയുധങ്ങളുമായാണ് സഞ്ചരിക്കുക. ദീനന്മാരെയും അന്ധന്മാരെയും മറ്റും ക്രൂരമായി പീഡിപ്പിക്കും. അവനെല്ലായ്പ്പോഴും ചണ്ടാളന്മാരോടുകൂടിയാണ് യാത്ര ചെയ്യുക. എപ്പോഴും അവൻ കയ്യിലൊരു കയറും എടുത്തിരിക്കും. വേശ്യകളുമായി രമിച്ച് അവൻ പിതാവിൻ്റെ ധനം മുഴുവൻ നശിപ്പിച്ചു. ഒരിക്കലവൻ മാതാപിതാക്കളെപ്പോലും പ്രഹരിച്ചു. ഗൃഹത്തിലുള്ള പാത്രങ്ങൾ പോലും എടുത്തു വിറ്റു. സ്വതവേ തന്നെ പിശുക്കനായ ആത്മദേവൻ ഇപ്രകാരം ധനമെല്ലാം നശിച്ചത് കണ്ട് വല്ലാതെ ദുഃഖിച്ചു. തന്മൂലം അദ്ദേഹം ഇങ്ങനെ വിലപിക്കുവാൻ തുടങ്ങി, ദുഷിച്ച പുത്രനേക്കാൾ ഭേദം പുത്രനില്ലാതെ കഴിയുന്നതാണ്. ഞാനിനി എവിടെയാണ് നിൽക്കുക? എങ്ങോട്ടാണ് പോവുക?
എൻ്റെ ദുഃഖത്തിന് ആരാണ് പരിഹാരം കണ്ടെത്തുക? ഞാനിപ്പോൾ കഷ്ടാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവൻ വെടിയുന്നതാണ്. ആത്മദേവൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഗോകർണൻ വന്ന് പിതാവിനെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങി. ഹേ പിതാവേ, ഈ ഭൗതിക ജീവിതം തുച്ഛമാണ്. അത് മോഹത്തെയും ദുഃഖത്തെയും മാത്രം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ പുത്രൻ, എൻ്റെ ധനം എന്നൊക്കെ കരുതി അവയെ സ്നേഹിക്കുന്നവൻ ദുഃഖമാകുന്ന അഗ്നിയിൽ പതിച്ച് ദഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രനോ ചക്രവർത്തിയോ സുഖം അനുഭവിക്കുന്നില്ല. എന്നാൽ വിരക്തനും ഏകാന്തതയിൽ വസിക്കുന്നവനുമായ മുനിക്ക് എപ്പോഴും സുഖമാണ്. എല്ലാം വെടിഞ്ഞ് വനത്തിലേക്ക് പോയാൽ അങ്ങേക്ക് സുഖം സിദ്ധിക്കും. പുത്രന്റെ വാക്കിനെ ആത്മദേവൻ സ്വീകരിച്ചു. അദ്ദേഹം വനത്തിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ ഇപ്രകാരം ചോദിച്ചു: മകനെ, ഞാൻ വനത്തിൽ ചെന്ന് എന്ത് ചെയ്യണമെന്നുകൂടി പറഞ്ഞു തരൂ. സ്നേഹപാശം കൊണ്ട് ബന്ധിതനായ ഞാൻ അന്ധനെപ്പോലെയും മുടന്തനെപ്പോലെയും അജ്ഞാനമാകുന്ന പൊട്ടക്കിണറ്റിൽ പതിച്ച് ദുഃഖിക്കുന്നവനാണ്. എല്ലാം എൻ്റെ കർമ്മഫലമാണ്. നീ ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കൂ. ഗോകർണൻ പറഞ്ഞു: പിതാവേ, അവിടുന്ന് ആദ്യമായി അസ്ഥി, മാംസം, രക്തം മുതലായവ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദേഹത്തിലുള്ള ആസക്തി വെടിയുക. ഭാര്യാപുത്രൻ മുതലായവയിലുള്ള മമതാഭാവത്തെ വെടിയുക. ഈ ലോകം അനുനിമിഷം നശിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നറിയൂ. വൈരാഗ്യത്തിൽ തൽപരനാകൂ. ഭഗവാൻ ഹരിയിലുള്ള ഭക്തിയിൽ നിഷ്ഠനാവൂ. ലൗകിക ധർമ്മങ്ങളെ വെടിഞ്ഞ് മോക്ഷധർമ്മത്തെ ഭജിക്കുക. സജ്ജനങ്ങളെ സേവിക്കുക. മറ്റുള്ളവയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഭഗവത് സേവ, കഥാശ്രവണം മുതലായവയിൽ മുഴുകുക. 60 വയസ്സ് തികഞ്ഞവനായിരുന്ന ആത്മദേവൻ പുത്രന്റെ വിവേകപൂർണമായ വാക്കുകളെ സ്വീകരിച്ചു. ചിത്തസ്ഥിരത കൈവന്ന അദ്ദേഹം വനത്തിൽ പോയി ഭഗവത് സേവനത്തിൽ മുഴുകിയിരുന്നു. നിത്യവും ഭാഗവതത്തിലെ ദശമസ്കന്ധം പാരായണം ചെയ്ത് അദ്ദേഹം ശ്രീകൃഷ്ണ സായുജ്യമുക്തിയെ പ്രാപിച്ചു. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ വിപ്രമോക്ഷോ നാമ ചതുർത്ഥോധ്യായഃ. അങ്ങനെ 4-ാം അധ്യായം സമാപിച്ചു. ഈ കഥയുടെ തുടർച്ച 5-ാം അധ്യായത്തിൽ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.